നമസ്കാരം. 9ാം ക്ലാസ്സിലെ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഇൻഫോമറിലേക്ക് വീണ്ടും സ്വാഗതം. നമ്മൾ നോക്കുന്നത് നിങ്ങളുടെ ഇംഗ്ലീഷ് തന്നെയാണ്. നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ നോക്കിയിരുന്നു. യൂണിറ്റ് 1ൻ്റെ ആദ്യ ചാപ്റ്ററിൻ്റെ പകുതി ഭാഗം നമ്മൾ നോക്കിയിട്ടുണ്ട്. ബാക്കി പകുതി അല്ലെങ്കിൽ പാർട്ട് 2 ആണ് നമ്മൾ എടുക്കുന്നത്. നമ്മൾ ഏകദേശം 9th പാരഗ്രാഫ് വരെയാണ് എടുത്ത് നിർത്തിയേക്കുന്നത് അല്ലേ? അതൊരു സെൻറ്റർ എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ? കുറച്ച് എടുത്തിട്ടുള്ളൂ. ഇനി ബാക്കി കുറച്ചധികം ഉണ്ട്. അപ്പോൾ നോക്കിയേ, 10th പാരഗ്രാഫ്. അപ്പോൾ എന്താ പറഞ്ഞേ? ഒരു കുട്ടിയെ സ്കൂളിൽ കൊണ്ടുവന്നാക്കുന്ന കാര്യമാണ് പറഞ്ഞ് അവിടെ എത്തുന്നു, അധ്യാപകരുമായി പരിചയപ്പെടുന്നു. ഓക്കെ, നെക്സ്റ്റ്. വി സബ്മിറ്റഡ് ടു ദ ഫാക്ട്സ് ആൻഡ് ദി സബ്മിഷൻ ബ്രോട്ട് എ സോർട്ട് ഓഫ് കണ്ടെയ്ൻമെൻറ്റ്. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ് and from the first moment my heart made friends with such boys as were to be my friends and fell in love with such girls as I was to be in love with. Then it seemed to me my misgivings had no basis. എന്താണ്? we submitted to the facts. എന്താ? നമ്മൾ അവസാനം മനസ്സിലാക്കി, ഇനി രക്ഷയൊന്നുമില്ല, ഇത് തന്നെയാണ് ഇനി ഞങ്ങളുടെ ലോകം എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കി. And this submission brought a sort of contentment. അവസാനം എന്താണ്? ഒരു തരത്തിൽ നമ്മളങ്ങ് തൃപ്തിയോടുകൂടി പോവുകയാണ്. ലിവിങ് ബീയിങ്സ് ആർ ഡ്രോൺ ടു അതർ ലിവിങ് ബീയിങ്സ്. എന്താണ്? ലിവിങ് ബീയിങ്സ് മറ്റ് ലിവിങ് ബീയിങ്സിനെ ആകർഷിക്കുകയാണ്. ഏത് രീതിയിലാണ്? ആൻഡ് ഫ്രം ദ ഫസ്റ്റ് മൊമെൻറ്റ് മൈ ഹാർട്ട് മെയ്ഡ് ഫ്രണ്ട്സ് വിത്ത് സച്ച് ബോയ്സ് ആസ് വെയർ ടു ബി മൈ ഫ്രണ്ട്സ്. ആദ്യമായിട്ടാണ് എൻ്റെ ഹാർട്ട് എന്തുണ്ടാക്കുന്നത്? ഫ്രണ്ട്സിനെ ഉണ്ടാക്കുന്നത്. വിത്ത് സച്ച് ബോയ്സ്, കുറേ ബോയ്സിൽ ഞാൻ നോക്കുകയാണ് ആരാണ് എൻ്റെ ഫ്രണ്ട് ആവാനുള്ള, അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ട്സ് എന്നുള്ള ബോയ്സിനെ എൻ്റെ ഹൃദയം അക്സെപ്റ്റ് ചെയ്തു. ആൻഡ് ഫെൽ ഇൻ ലവ് വിത്ത് സച്ച് ഗേൾസ് ആസ് ഐ വാസ് ടു ബി ഇൻ ലവ് വിത്ത്. ഇനി പെൺകുട്ടികളോട് എനിക്ക് ഇഷ്ടം തോന്നി. ഞാൻ സ്നേഹിക്കേണ്ടുന്ന, അല്ലെങ്കിൽ എനിക്ക് പ്രണയത്തിലാകേണ്ടുന്ന ഒരർത്ഥവും വേണമെങ്കിൽ പറയാം കേട്ടോ. പ്രണയത്തിലാകേണ്ടുന്ന പെൺകുട്ടികളോട് എനിക്ക് പ്രണയവും, സുഹൃത്തുക്കളാകേണ്ട ആൺകുട്ടികളോട് എനിക്ക് ഇഷ്ടവും, സുഹൃത്ത് ബന്ധം എന്നുള്ള ഇഷ്ടവുമൊക്കെ എനിക്ക് തോന്നുന്നത് കേട്ടോ. Then it seemed to me my misgivings had no basis. എനിക്ക് മനസ്സിലായി എൻ്റെ ഈ സംശയങ്ങൾക്കൊന്നും ഒരു ബേസിസും ഇല്ല. അടുത്തത്, I had never imagined school would have this rich variety. ഞാൻ ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല സ്കൂൾ ഇത്രത്തോളം വെറൈറ്റി ആയിരിക്കുമെന്ന് ചിന്തിച്ചിരുന്നില്ല. We played all sorts of games. ഞങ്ങൾ എല്ലാത്തരം കളികളും കളിച്ചു. സ്വിങ്സ്, ദി വോൾട്ടിംഗ് ഹൗസ്, ബോൾ ഗെയിംസ്. എന്തൊക്കെയാണ്? സ്വിങ്സ് അറിയാമല്ലോ, ആ ഊഞ്ഞാൽ, അതുപോലെ കലക്കം മറിയുന്ന അല്ലെങ്കിൽ ചാടുന്ന കുതിര, അതേപോലെ ഹോഴ്സ്, ബോൾ ഗെയിംസ്, ഇതൊക്കെ ഞങ്ങൾ കളിച്ചു. മീൻസ് ദി വോൾട്ടിംഗ് ഹോഴ്സ്, കലക്കം മറിയുന്ന കുതിര, അതുപോലെ ബോൾ ഗെയിംസ്, ഇതൊക്കെ കളിച്ചു. ഇൻ ദ മ്യൂസിക് റൂം വി ചാൻറ്റഡ് അവർ ഫസ്റ്റ് സോങ്. മ്യൂസിക് റൂമിൽ ഞങ്ങൾ ആദ്യമായി ഞങ്ങളുടെ ആദ്യത്തെ പാട്ട് പാടി. We also had our first introduction to language. ആദ്യമായി ഭാഷ പഠിക്കുകയല്ലേ, അതിൻ്റെ ആദ്യത്തെ ഇൻട്രൊഡക്ഷനൊക്കെ ഉണ്ടായി. We saw a globe of the earth. എർത്തിൻ്റെ ഒരു ഗ്ലോബ് കണ്ടു. which revolved and show the various continents and countries. അതെങ്ങനെയാണ്? റിവോൾവ് ചെയ്യുന്നുണ്ട്, അതുപോലെ അതിലെന്തൊക്കെ കാണുന്നുണ്ട്? പല കൺട്രീസും പല കോണ്ടിനെൻസും ഒക്കെ കാണുന്നു. We started learning the numbers. പിന്നീട് ഞങ്ങൾ എന്ത് പഠിച്ചു? നമ്പേഴ്സാണ് ഞങ്ങൾ പിന്നീട് പഠിച്ചത്. We ate delicious food, took a little nap and woke up to go on with friendship and love, playing and learning. പിന്നീട് എന്തൊക്കെ ചെയ്തു? ഞങ്ങൾ ഡെലീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കഴിച്ചു, പിന്നെ ചെറിയൊരു മയക്കമൊക്കെ ഞങ്ങൾ നടത്തി, പിന്നീട് ഉണർന്നു. എങ്ങോട്ടേക്ക് പോവുക? ഫ്രണ്ട്ഷിപ്പും ലവും എന്താണെന്ന് പഠിച്ചു, അതുപോലെ കളിക്കുകയും പഠിക്കുകയും ഒക്കെ ചെയ്യുന്നത് എങ്ങനെ, ഇതെല്ലാം ഞങ്ങൾ അവിടെ അന്നത്തെ ദിവസം നോക്കി, അന്നത്തെ ദിവസം എക്സ്പീരിയൻസ് ചെയ്തു. As our path revealed itself to us, however, we did not find it as totally sweet and unclouded. ഞങ്ങളുടെ മുന്നിൽ ഞങ്ങളുടെ പാത അല്ലെങ്കിൽ ഞങ്ങളുടെ വഴി തെളിഞ്ഞുവെങ്കിലും ഞങ്ങൾക്ക് അത് വളരെ സ്വീറ്റായിട്ടും അതുപോലെ തന്നെ എന്താണ്, ഒരു അൺക്ലൗഡഡ് അല്ലെങ്കിൽ ഒരു മൂടുപടമില്ലാത്ത അല്ലെങ്കിൽ ഒരു മറയില്ലാത്തതായിട്ടൊന്നും അല്ല ഞങ്ങൾക്ക് തോന്നിയത്. എന്തൊക്കെയോ ഒരു മൂടുപടമുണ്ട്, അതുപോലെ ഞങ്ങളുടെ പാത അത്ര സ്വീറ്റും ആയിരുന്നില്ല. Dust laden winds and unexpected accidents could happen suddenly. എന്താണ്? പൊടി നിറഞ്ഞ കാറ്റുകൾ, അതുപോലെ തന്നെ പ്രതീക്ഷിക്കാത്ത അപകടങ്ങളൊക്കെ ഏത് നിമിഷവും ഉണ്ടാകാം. So we had to be watchful.
സോ വി ഹാഡ് ടു ബി വാച്ച്ഫുൾ ആൻഡ് വെരി പേഷ്യൻറ്റ്. അപ്പം ഞങ്ങളെപ്പോഴും ശ്രദ്ധയോടെ പേഷ്യൻ്റായിട്ട് ഇരിക്കുക. ഇറ്റ് വാസ് നോട്ട് അറ്റ് ഓൾ എ മാറ്റർ ഓഫ് പ്ലേയിങ് ആൻഡ് ഫൂളിങ് അറൗണ്ട്. എന്താണ് ഇത് ശരിക്കും ഒരു കളിയോ അല്ലെങ്കിൽ ഇങ്ങനെ കറങ്ങി നടക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അല്ല ശരിക്കും ഇവിടുത്തെ കാര്യം എന്ന് പറയുന്നത്. റിവൽറീസ് കുഡ് ബ്രിങ് അബൌട്ട് പെയിൻ ആൻഡ് ഹേറ്റ്രഡ് ഓർ ഗീവ് റൈസ് ടു ഫൈറ്റിംഗ്. ഇനി എന്തൊക്കെയുണ്ട്? മത്സരങ്ങളുണ്ട്. ചുമ്മാതെ ഇങ്ങനെ ഫ്രണ്ട്ഷിപ്പും കൂടി മണ്ടത്തരവും കാണിച്ച് കളിച്ച് നടക്കാനുള്ളതാണോ? അല്ല. അവിടെ എന്തുകൊണ്ട്? മത്സരങ്ങളുണ്ട്. അതിൽ എന്തുണ്ടാകാം? വേദനയുണ്ടാകാം, അതുപോലെ തന്നെ ശത്രുതയുണ്ടാകാം, യുദ്ധം അല്ലെങ്കിൽ പരസ്പരം മത്സരങ്ങളും ഉണ്ടാകാം. ആൻഡ് വൈൽ ദ വുമൺ വുഡ് സംടൈംസ് സ്മൈൽ ഷീ വുഡ് ഓഫൺ സ്കൗൾ ആൻഡ് സ്കോൾഡ്. സ്ത്രീകൾ എങ്ങനെയാണ്? ചിലപ്പോഴൊക്കെ ചിരിച്ച് സംസാരിക്കും, ചിലപ്പോഴവരെന്ത് ചെയ്യും? ദേഷ്യപ്പെടും, ചിലപ്പോൾ വഴക്ക് പറയും. ഈവൻ മോർ ഫ്രീക്വൻ്റ്ലി ഷീ വുഡ് റിസോർട്ട് ടു ഫിസിക്കൽ പണിഷ്മെൻറ്റ്. ചില സമയത്ത് അവർ ഫിസിക്കലി പണിഷ്മെൻറ്റും ചെയ്യും. ദ ബെൽ റാങ് അനൗൺസിങ് ദ പാസിംഗ് ഓഫ് ദ ഡേ ആൻഡ് ദ എൻഡ് ഓഫ് വർക്ക്. പിന്നീട് എന്താണ്? ബെല്ലടിച്ചു. എന്ത് സംഭവിച്ചു? അന്നത്തെ ദിവസം കടന്നുപോയി, അതുപോലെ തന്നെ അന്നത്തെ വർക്കും കഴിഞ്ഞു. The throngs of children rushed toward the gate, which was opened again. I bade farewell to friends and sweethearts and passed through the gate. I peered around but found no trace of my father who had promised to be there. എന്താണ്? ഇനി കുട്ടികളുടെ തിക്കും തിരക്കുമൊക്കെ ആയി. എങ്ങോട്ടാ? ഗേറ്റിനടുത്തേക്ക്. ഗേറ്റ് അങ്ങനെ ഒന്നും കൂടി തുറന്നു. ഐ ബേഡ് ഫെയർവെൽ. എന്താണ്? യാത്ര പറഞ്ഞു. ബിഡ്, ബെയ്ഡ്, ബിഡൻ. എന്താണ്? 3 ഫോംസ് ആണ് കേട്ടോ. യാത്ര പറയുന്നതിന് നമ്മൾ ബിഡ് ഫെയർവെൽ എന്ന് പറയും. അപ്പം ബെയ്ഡ് ഫെയർവെൽ എന്ന് പറയുമ്പോൾ അതിൻ്റെ പാസ്റ്റ് ടെൻസ്. അപ്പോൾ ഞാൻ യാത്രയൊക്കെ പറഞ്ഞു. ആരോടാ? ഫ്രണ്ട്സിനോടും സ്വീറ്റ് ഹാർട്ട്സിൻ്റെ അടുത്തും പറഞ്ഞു കേട്ടോ. അപ്പോൾ സ്വീറ്റ് ഹാർട്ട്സ് തന്നെയാണ് ആ പെൺകുട്ടികൾ. എങ്ങോട്ട് പോകും അവർ? ഗേറ്റ് വഴി കടന്നു പോകുന്ന പെൺകുട്ടികളോടും അതുപോലെ തന്നെ സുഹൃത്തുക്കളോടുമൊക്കെ യാത്ര പറഞ്ഞു. പെൺകുട്ടികളല്ല, എന്താണ്? സ്വീറ്റ് ഹാർട്ട്സ്. ഐ പിയർഡ് അറൗണ്ട് ബട്ട് ഫൗണ്ട് നോ ട്രേസ് ഓഫ് മൈ ഫാദർ. ഞാൻ മൊത്തത്തിലൊന്ന് ചുറ്റും ഉറ്റു നോക്കും. ആരെയാ? അച്ഛനെ. പക്ഷേ യാതൊരു അടയാളവുമില്ല. ഹൂ ഹാഡ് പ്രോമിസ്ഡ് ടു ബി ദെയർ. അവിടെ കാണുമെന്ന് പറഞ്ഞ ആളാണ്. ഐ സ്റ്റെപ്ഡ് അസൈഡ് ടു വെയിറ്റ്. വെൻ ഐ ഹാഡ് വെയിറ്റഡ് ഫോർ എ ലോങ് ടൈം വിത്തൗട്ട് അവൈൽ ഐ ഡിസൈഡ് ടു റിട്ടേൺ ഹോം ഓൺ മൈ ഓൺ. ഞാൻ കുറേ സമയം അവിടെ മാറി നിന്നു. ആരെ വെയിറ്റ് ചെയ്യുക? അച്ഛനെ. ഒരുപാട് സമയം വെയിറ്റ് ചെയ്തിട്ടും ഫലമില്ല. അവസാനം ഞാൻ എന്ത് തീരുമാനിച്ചു? ഒറ്റയ്ക്ക് അങ്ങ് വീട്ടിലേക്ക് പോകാം. After I had taken a few steps, a middle-aged man passed by, and I realized at once that I knew him. അപ്പോൾ എന്താ? ഞാൻ കുറച്ച് സ്റ്റെപ്പ് അങ്ങോട്ട് നടന്നപ്പോൾ മിഡിൽ ഏജ്ഡ് ആയിട്ടുള്ള ഒരു മാനെ കണ്ടു. അപ്പോൾ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി എന്താണ്? എനിക്ക് അദ്ദേഹത്തെ അറിയാം. ഹി കെയിം ടുവേർഡ് മീ. അദ്ദേഹം എന്നെ അടുത്തേക്ക് വന്നു, സ്മൈലിങ്, ചിരിക്കുന്നു. ആൻഡ് ഷൂക്ക് മീ ബൈ ദ ഹാൻഡ് സേയിങ് ഇറ്റ്സ് ലോങ് ടൈം സിൻസ് വി ലാസ്റ്റ് മെറ്റ്, ഹൗ ആർ യു? അടുത്ത് വന്ന് കൈയൊക്കെ കുലുക്കി എന്ത് ചോദിക്കുന്നു? നമ്മൾ തമ്മിൽ കണ്ടിട്ട് ഒരുപാട് കാലമായി അല്ലേ, നിനക്ക് സുഖമല്ലേ? വിത്ത് എ നോഡ് ഓഫ് മൈ ഹെഡ് ഐ അഗ്രീഡ് വിത്ത് ഹിം. അതേ എന്ന് എഗ്രി ചെയ്തു. ആൻഡ് ഇൻ ടേൺ ആസ്ക്ഡ് ആൻഡ് യു, ഹൗ ആർ യു? എന്നിട്ട് തിരിച്ചു ചോദിച്ചു, നിങ്ങൾക്കെങ്ങനെ? നിങ്ങൾക്കും സുഖമല്ലേ? ആസ് യു ക്യാൻ സീ നോട്ട് ഓൾ ദാറ്റ് ഗുഡ്, ദ ഓൾമൈറ്റി ബി പ്രൈസ്ഡ്. എന്താണ്? നീ കണ്ടില്ലേ, ഒക്കെയാണ്, ദൈവത്തിന് നന്ദി എന്ന് പറയും. അഗൈൻ ഹി ഷൂക്ക് മീ ബൈ ദ ഹാൻഡ് ആൻഡ് വെൻറ്റ് ഓഫ്. വീണ്ടും കൈകുലുക്കി പറഞ്ഞ് പോവുകയാണ്. ഐ പ്രൊസീഡഡ് എ ഫ്യൂ സ്റ്റെപ്സ് ദെൻ കെയിം ടു എ സ്റ്റാർട്ടിൽഡ് ഹാൾട്ട്. ഞാൻ എന്ത് ചെയ്യാണ്? പിന്നീട് മുമ്പോട്ട് നടന്നു, എന്നിട്ട് അങ്ങ് ഞെട്ടി നിൽക്കുകയാണ്. ഗുഡ് ലോഡ്, വെയർ വാസ് എ സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. എന്താണ് ഞാൻ ഈ കാണുന്നത്? എന്തൊക്കെ ഉണ്ടായിരുന്നു അവിടെ? സ്ട്രീറ്റ് ലൈൻഡ് വിത്ത് ഗാർഡൻസ്. അതെങ്ങോട്ട് പോയി? വേർ ഹാഡ് ഇറ്റ് ഡിസപ്പിയർഡ് ടു? അതെങ്ങോട്ടായി പോയത്? വെൻ ഡിഡ് ഓൾ ദീസ് വെഹിക്കിൾസ് ഇൻവേഡ് ഇറ്റ്? എങ്ങനെയാണ് ഈ വെഹിക്കിൾസൊക്കെ ഇവിടെ അതിക്രമിച്ച് കയറിയത്? ആൻഡ് വെൻ ഡിഡ് ഓൾ ദീസ് ഹോർഡ്സ് ഓഫ് ഹ്യൂമാനിറ്റി കം ടു ലിവ് അപ്പോൺ ഇറ്റ്സ് സർഫസ്? എങ്ങനെയാണ് ഈ ആൾക്കാരൊക്കെ ഇതിൻ്റെ സർഫസിൽ താമസിക്കാനെത്തിയത്? ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ്സ് സൈഡ്സ്? ആൻഡ് where were the fields that bordered it? And when did all these hordes of humanity come to live upon its surface? പിന്നീട് എപ്പോഴാണ് ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന ആൾക്കാരെന്നാണ് ഹോർഡ്സ് എന്ന് പറയുന്നത് കേട്ടോ, അല്ലെങ്കിൽ ആൾക്കാരുടെ കൂട്ടത്തിനും പറയാം. അപ്പോൾ ഈ ആൾക്കാരൊക്കെ എങ്ങനെയാണ്, എപ്പോഴാണ് ഇതിൻ്റെ പുറത്ത് ഇങ്ങനെ വരാനായിട്ട് അല്ലെങ്കിൽ ഇവിടെ വന്ന് നിൽക്കാനായിട്ട് തുടങ്ങിയത്?
ഹൗ ഡിഡ് ദീസ് ഹിൽസ് ഓഫ് റെഫ്യൂസ് കം ടു കവർ ഇറ്റ് സൈഡ്സ്? എങ്ങനെയാണ് ഈ ഹിൽസൊക്കെ എന്ത് ചെയ്യാൻ പറ്റിയത്, അതിൻ്റെ സൈഡ്സൊക്കെ കവർ ചെയ്യാനായിട്ട് സാധിച്ചത്? ആൻഡ് വെയർ ദ ഫീൽഡ്സ് ദാറ്റ് ബോർഡ് ഇറ്റ്? പിന്നെ എവിടെയാണ് ഈ ഫീൽഡ്? ഇതിൻ്റെ സൈഡിലൊക്കെ എന്തുണ്ടായിരുന്നു? ഫീൽഡ് ഉണ്ടായിരുന്നു. അതൊക്കെ എങ്ങോട്ട് പോയി? ഹൈ ബിൽഡിങ്സ് ഹാഡ് ടേക്കൺ ഓവർ ദ സ്ട്രീറ്റ് സർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷൂക്ക് ദി എയർ. ഇനി എന്താണ്, ഭയങ്കര ഹൈ ആയിട്ടുള്ള ബിൽഡിങ്സൊക്കെ കണ്ടു. ദ സ്ട്രീറ്റ് സർച്ച്ഡ് വിത്ത് ചിൽഡ്രൻ, സ്ട്രീറ്റ്സൊക്കെ കുട്ടികളാൽ ഇളകി മറിയുകയാണ്. ആൻഡ് ഡിസ്റ്റർബിംഗ് നോയ്സസ് ഷൂക്ക് ദി എയർ, ഇനി ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള നോയ്സസ് ആണ് വായുവിനെ പിടിച്ച് കുലുക്കുന്നത്. ദെൻ ദർ വാസ് എ ബാൻഡ് അനൗൺസിങ് ദ ഓപ്പണിംഗ് ഓഫ് എ സർക്കസ്. ഇനി അവിടെ എന്താണ്, ഒരു ബാൻഡ് വരികയാണ്. എന്ത് അനൗൺസ് ചെയ്യുകയാണ്? ഒരു സർക്കസിൻ്റെ അനൗൺസ്മെൻറ്റിൻ്റെ ബാൻഡാണ്. വിത്ത് ക്ലൗൺസ് ആൻഡ് വെയ്റ്റ് ലിഫ്റ്റേഴ്സ് വാക്കിംഗ് ഇൻ ഫ്രണ്ട്. എന്തൊക്കെയുണ്ട്? ക്ലൗൺസ് ഉണ്ട്, അതുപോലെ തന്നെ വെയ്റ്റ് ലിഫ്റ്റേഴ്സും ഉണ്ട്. ഫ്രണ്ടിൽ അവർ പോന്നു. എ ലൈൻ ഓഫ് ട്രക്സ് ക്യാരിങ് സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സ് ക്രൗൾഡ് മെജസ്റ്റിക്കലി ബൈ. ഇനി പിറകിലായിട്ട് എന്ത് പോകുന്നുണ്ട്? ട്രക്സ് പോകുന്നുണ്ട്. അവിടെ എന്തുണ്ട്? സെൻട്രൽ സെക്യൂരിറ്റി ട്രൂപ്സോടുകൂടി പോവുകയാണ്. എങ്ങനെയാണ് പോകുന്നത് ട്രക്സ്? അതിനകത്താണ് അവരുടെ എല്ലാ സംഭവങ്ങളും ഉള്ളതല്ലേ. എങ്ങനെയാണ് അത് പോകുന്നത്? വളരെ പ്രൗഢിയോടുകൂടി പയ്യെ ഇങ്ങനെ ഇഴഞ്ഞ് നീങ്ങുന്നു. The siren of a fire engine shrieked, and it was not clear how the vehicle would cleave its way to reach the blazing fire. ഇനി എന്ത് വരുന്നുണ്ട്? ഒരു ഫയർ എഞ്ചിൻ്റെ അലാം അടിക്കുന്നുണ്ട്, കൂവി വിളിച്ച് പോകുന്നുണ്ട്. പക്ഷേ എങ്ങനെയാണ് ആ വെഹിക്കിള് ഇത്രയും വലിയ ഒരു പ്രൗഢഗംഭീരമായ യാത്രയെ കീറി മുറിച്ചുകൊണ്ട് പോകുന്നത് എന്നുള്ള സംശയമുണ്ട്. A battle raged between a taxi driver and his passenger, while the passenger's wife called out for help and no one answered. ഇനി ഒരു യുദ്ധം നടക്കുകയാണ്. ആരൊക്കെ തമ്മിൽ? ടാക്സി ഡ്രൈവറും പാസഞ്ചറും തമ്മിൽ. എങ്ങനെ അവസാനം? while the passenger's wife called out for help and no one answered. എപ്പോഴാ? ഈ ടാക്സിയിൽ പോയിക്കൊണ്ടിരുന്ന പാസഞ്ചറുടെ വൈഫ് കൂകി വിളിച്ച് ഹെൽപ്പിന് വിളിച്ചപ്പോൾ ആരും സഹായിച്ചില്ല. അങ്ങനെ ഒരു യുദ്ധം ആരൊക്കെ തമ്മിലാണ്? ടാക്സി ഡ്രൈവറും പാസഞ്ചറും തമ്മിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഗുഡ് ഗോഡ്, ഐ വാസ് ഇൻ എ ഡേയ്സ്. ദൈവമേ, ഞാൻ ഇതിൻ്റെയൊക്കെ നടുക്കപ്പെട്ട്. മൈ ഹെഡ് ഇസ് ഫൺ, എൻ്റെ തല ചുറ്റുകയാണ്. ഐ ഓൾമോസ്റ്റ് വെൻ ക്രേസി, എനിക്ക് ഏകദേശം വല്ലാത്തൊരു മാനസികാവസ്ഥയായി. How could all this have happened in half a day? Between early morning and sunset? എൻ്റെ ദൈവമേ, ഇത് ഇത്രയും പെട്ടെന്ന് എങ്ങനെ സാധിച്ചു? ഇത്തിരി ചുരുങ്ങിയ സമയം, ഒരു പകുതി ദിവസം കൊണ്ട് സംഭവിച്ചതാണ് ഇതെല്ലാം. എപ്പോഴാണ്? ഏർലി മോർണിംഗ് തൊട്ട് സൺസെറ്റ് വരെയുള്ള സമയം എടുത്തുള്ളൂ. I would find the answer at home with my father. വീട്ടിൽ പോയിട്ട് അച്ഛനോട് ചോദിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. But where was my home? പക്ഷേ എൻ്റെ വീട് അവിടെ ആയിരുന്നു. I could see only tall buildings and hordes of people. എനിക്ക് എന്തേ കാണാൻ പറ്റുന്നുള്ളൂ? ടോൾ ബിൽഡിങ്സും അതുപോലെ തന്നെ കുറേ ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നത് മാത്രമേ എനിക്ക് കാണാനായിട്ട് സാധിക്കുന്നുള്ളൂ. I hastened on to the crossroads between the gardens and Abu Ghoda. ഇനി ഞാൻ എങ്ങോട്ട് പോവുകയാണ്? ക്രോസ് റോഡ്സ് ഉണ്ടല്ലോ, എവിടം തൊട്ടാ? ഗാർഡൻസും അബു ഘോഡ, അതൊരു സ്ഥലമാണ്, താഴെയുണ്ട്. ദ നെയിം ഓഫ് എ സ്ട്രീറ്റ് ഇൻ കെയ്റോ, ഈജിപ്തിലെ കെയ്റോയിലെ ഒരു സ്ട്രീറ്റിൻ്റെ പേരാണ് അബു ഘോഡ. അപ്പോൾ അവിടേക്ക് ഞാൻ കുതിച്ച് പോവുകയാണ്. ഐ ഹാഡ് ടു ക്രോസ് അബു ഘോഡ ടു റീച്ച് മൈ ഹൗസ്. എനിക്ക് എൻ്റെ വീട്ടിൽ പോകണമെങ്കിൽ അബു ഘോഡ ക്രോസ് ചെയ്യണം. ബട്ട് ദ സ്ട്രീം ഓഫ് കാർസ് വുഡ് നോട്ട് ലെറ്റ്. പക്ഷേ ഒഴുക്കാണ് കാറുകളുടെ, അതുകൊണ്ട് എനിക്ക് പറ്റുന്നില്ല. ദ ഫയർ എൻജിൻ സൈറൻ വാസ് ഷ്രീക്ഡ് അറ്റ് ഫുൾ പിച്ച് as it moved at the snail's pace, and I said to myself, let the fire take its pleasure in what it consumes. The fire engine siren was shrieked at full pitch. ഇനി ഫയർ എഞ്ചിൻ വന്നായിരുന്നല്ലോ, അത് ഭയങ്കരമായി സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, സൈറൻ ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ആസ് ഇറ്റ് മൂവ്ഡ് അറ്റ് സ്നെയിൽസ് പേസ്. എന്ത് ചലിക്കുന്നത് പോലെ അത് പോയിക്കൊണ്ടിരിക്കുന്നത്, ഒരു ഒച്ചിൻ്റെ പോലെയാണ് പോകുന്നത്. ആൻഡ് ഐ സേ ടു മൈ സെൽഫ്, ഞാൻ എന്ത് പറഞ്ഞു? ലെറ്റ് ദ ഫയർ ടേക്ക് ഇറ്റ്സ് പ്ലഷർ ഇൻ വാട്ട് ഇറ്റ് കൺസ്യൂംസ്. എന്താണോ അത് കത്തി നശിപ്പിക്കാനായിട്ട് പോയിരിക്കുന്നത്, അത് മൊത്തം നശിച്ച് അതിന് സന്തോഷമാകട്ടെ എന്ന് ഞാൻ പറഞ്ഞു.
എക്സ്ട്രീംലി ഇറിറ്റേറ്റഡ്, അങ്ങേയറ്റം ഇറിറ്റേറ്റഡ് ആയിട്ട് ഐ വണ്ടേർഡ് വെൻ ഐ വുഡ് ബി ഏബിൾ ടു ക്രോസ്. എനിക്ക് അത്ഭുതമായി, എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്ന് എനിക്ക് അത്ഭുതമായി. ഇനി ഒരു കാര്യം പറഞ്ഞുകൊള്ളട്ടെ, നമ്മൾ 3ാം ക്ലാസ് മുതലുള്ള ഇംഗ്ലീഷ് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. നിങ്ങളൊന്ന് കയറി കാണുക. ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇടയ്ക്ക് പറയുന്നതെന്ന് വെച്ചാൽ വീഡിയോയുടെ എൻഡിങ്ങിൽ നിങ്ങൾ ചിലപ്പോൾ അത് കാണില്ല. ഞാൻ കുറച്ച് നാൾ ഗ്യാപ്പ് ഇട്ടതുകൊണ്ട് ചാനൽ കുറച്ച് പിറകിലാണ്. നിങ്ങളുടെ സപ്പോർട്ടിലാണ് മുന്നോട്ട് കയറി വരിക. ലൈക്ക് ചെയ്തിട്ട് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, അത് മറക്കാതെ ചെയ്യുക. കാര്യം ലൈക്കും കമൻറ്റുമാണ് നമ്മുടെ വീഡിയോയുടെ ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ അതുണ്ടെങ്കിൽ മാത്രമേ വീഡിയോ ഒന്ന് അവർ കുറച്ച് നല്ല രീതിയിൽ നമുക്ക് റവന്യൂവും കിട്ടത്തുള്ളൂ, അതുപോലെ മറ്റുള്ളവർക്ക് സജസ്റ്റഡ് വീഡിയോയിലൊക്കെ വരുള്ളൂ. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണേ. ഇഷ്ടമായാലും ഒരു ലൈക്ക് അതുപോലെ ഒരു കമൻറ്റ് നിങ്ങൾ ഇടണം കേട്ടോ. കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ നോക്കിയേ, അപ്പോൾ എനിക്ക് എന്താ അത്ഭുതം തോന്നി, എനിക്ക് ക്രോസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള അത്ഭുതം തോന്നി. I stood there a long time. കുറേ സമയം അവിടെ നിൽക്കേണ്ടി വന്നു. Until the young lad employed at the ironing shop on the corner came up to me. ആര് വരുന്നിടം വരെ എനിക്ക് അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അയണിങ് ഷോപ്പ്, ആ കോർണറിലെ അയണിങ് ഷോപ്പിൽ വെയിറ്റ് ചെയ്യുന്ന ആ ആൾ വരുന്നിടം വരെയും എനിക്ക് വെയിറ്റ് ചെയ്യേണ്ടി വന്നു. He stretched out his arm and said gallantly, "Grandpa, let me take you across." അപ്പോൾ ആ അയണിങ് ഷോപ്പ്, ആ കോർണറിലെ അയണിങ് ഷോപ്പിൽ ജോലി ചെയ്യുന്ന ആ ആൺകുട്ടി വന്ന് എന്ത് പറയുക, ഗ്രാൻഡ്പാ ഞാൻ നിങ്ങളെ ക്രോസ് ചെയ്യാൻ സഹായിക്കാം എന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ പിടിക്കുക. അപ്പോൾ ഈ കുട്ടി ശരിക്കും രാവിലെ സ്കൂളിൽ പോയതുപോലെയുള്ള മാനസികാവസ്ഥയിലല്ല. കാര്യം അവൻ രാവിലെ അച്ഛൻ്റെ കൂടെ വരുമ്പോൾ കാണുന്ന കാഴ്ചകൾ വേറെ, ഈവനിങ് ടൈമിൽ അവൻ കാണുന്ന കാഴ്ചകൾ വേറെ. ഇത് ഏർലി മോർണിംഗിലാണ് കുട്ടി പോകുന്നത്. ആ ഒരു സൺസെറ്റിൻ്റെ ടൈമെന്ന് പറഞ്ഞാൽ ആൾക്കാർ വർക്കൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് പോകുന്ന ആ ഒരു ടൈമായിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അവൻ്റെ കാഴ്ചകൾ അതുപോലെ സ്കൂളിൽ നിന്ന് എക്സോസ്റ്റഡ് ആയിട്ടായിരിക്കും അവൻ വരിക. അപ്പോൾ അവൻ്റെ ആ ഒരു മാനസിക അവസ്ഥയൊക്കെ വെച്ചിട്ടാണ് അവൻ ടോട്ടലി ഡിസ്റ്റർബ്ഡ് ആയിരുന്നു. എൻ്റെ തല കറങ്ങുന്നു, എനിക്ക് ക്രേസി ആയിട്ട് തോന്നുന്നു. പിന്നെന്താണ്, ആ ഫയർ എഞ്ചിൻ വന്ന തീ എന്തിനെയാണോ തീ വിഴുങ്ങാനിട്ടിരിക്കുന്നത് അത് മൊത്തം കത്തി പൊക്കായാലും എനിക്ക് കുഴപ്പമില്ല എന്നൊക്കെ ആ കുട്ടി ചിന്തിക്കുന്നത് അവൻ്റെ അപ്പോഴത്തെ മാനസികാവസ്ഥയെ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്താ ഗ്രാൻഡ്പാ എന്ന് പറഞ്ഞ് ഒരു കുട്ടി വന്ന് വിളിക്കുക അയ്യ. അപ്പോൾ ലാസ്റ്റിലൊരു സെൻറ്റൻസ് പറയുന്നത് എന്താണ്, ഒരു യങ് ലാഡ് വരണം, അവൻ വന്ന് എന്നെ കൈപിടിച്ച് ക്രോസ് ചെയ്യിക്കാനായിട്ട് വിളിക്കുന്നിടം വരെ. അപ്പോൾ യങ് ലാഡ് എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഈ കുട്ടിയാണ് യങ് ആയിട്ടുള്ള കുട്ടിയല്ലേ. അപ്പോൾ ലാസ്റ്റിലെ സെൻറ്റൻസിൽ തന്നെ നമുക്കൊരു ചെറിയ ഐഡിയ വരും, ഒരു യങ് ലാഡ് വന്ന് എന്നെ കൈപിടിച്ച് ക്രോസ് ചെയ്തു. അപ്പം ചെറിയ കുട്ടി എന്ന് പറയും, ഇവൻ തന്നെ ഈ കഥയിൽ പറയുന്നത് സ്റ്റാർട്ടിങ് ടൈമാണ്, ഫസ്റ്റ് ഡേ അറ്റ് സ്കൂൾ എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു കുട്ടിയേക്കാൾ അല്ലെങ്കിൽ ആ കുട്ടിയേക്കാൾ ഒരു ഇച്ചിരി പ്രായ വ്യത്യാസമുള്ള ഒരാളായിരിക്കും ഇപ്പോൾ അവനെ ക്രോസ് ചെയ്യിക്കാൻ സഹായിച്ചത്. അപ്പോൾ അവിടെ പറയുന്നത് എന്താണ്, യങ് ലാഡ് വന്ന് എന്നെ ക്രോസ് ചെയ്യാൻ സഹായിച്ചു. അപ്പോൾ തന്നെ എന്തോ ഒരു കൺഫ്യൂഷൻ നമുക്ക് തോന്നിയില്ലേ, ഒരു ആലിഗറി പോലെ അല്ലേ. സ്റ്റാർട്ടിങ്ങിൽ ഒരു യങ് ആയിട്ടുള്ളൊരു കുട്ടിയെ പറ്റി പറയുന്നു, ലാസ്റ്റ് വരുമ്പോൾ അയാളെ സഹായിക്കാനായിട്ട് ഒരു യങ് ലാഡ് വരുന്നു. അപ്പോഴേക്കും അയാൾ ആരായി മാറി, മുത്തച്ഛനായി മാറി. ഇതെന്താണ്, ഒരു അലിഗറിക്കൽ റെപ്രസെൻറ്റേഷനാണ്. ശരിക്കും ആ ഒരു ക്യാരക്ടർ, ആ വന്ന ക്യാരക്ടർ ലാസ്റ്റ് ഒറ്റയടിക്കങ്ങ് മാറുകയാണോ? അല്ല. ഇവിടെ എന്താ കാണിക്കുന്നത്, നമ്മുടെ ജീവിതമാണ് ആദ്യം നമ്മളെ ആര് കൊണ്ടുവരുന്നു, അച്ഛൻ നമ്മളെ കൈപിടിച്ച് കൊണ്ടുവന്ന് എന്താണ്, ഇനി നിൻ്റെ ജീവിതമാണ്, നീ ഇതിലേക്ക് ഇറങ്ങൂ എന്ന് പറഞ്ഞ് അങ്ങോട്ട് എന്നെ കൊണ്ടുവന്നാക്കുന്നു. അവസാനം ഞാൻ ഒറ്റയ്ക്ക് ഇതൊക്കെ ഫേസ് ചെയ്ത് വരുന്നു. അവിടെ ഞാൻ ഒരുപാട് പേരെ കാണുന്നു. പിന്നെ ജീവിതത്തിൽ കാണുന്ന ഈ ഒറ്റ ദിവസം കൊണ്ടുണ്ടായതാണോ ഈ ചേഞ്ചസും ഒക്കെ? അല്ല, ഒരുപാട് നാളത്തെ ചേഞ്ചസ് ആയിരിക്കാം ഈ പറഞ്ഞു വരുന്നത്. നമ്മൾ ഒറ്റ ദിവസത്തെ ഒരു ഇതിൽ പറഞ്ഞെങ്കിൽ കൂടിയും കുറേ നാളത്തെ സ്ട്രഗിൾസാണ് ഇവിടെ കാണിക്കുന്നത് അല്ലേ. ഒരുപാട് പേരെ ഞാൻ കാണുന്നതും മീറ്റ് ചെയ്യുന്നതും ജീവിതത്തിലെ കുറേ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യുന്ന എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എന്നുള്ളതാണ് കാണിക്കുന്നത് അല്ലേ. അപ്പോൾ ആ അച്ഛനെ ഞാൻ ഈ ഈവനിങ് ടൈമിലും പ്രതീക്ഷിക്കുന്നു എന്നുള്ളത് ഒരു ഹെൽപ്പിംഗ് ഹാൻഡ് ആയിരിക്കാം അവിടെ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ഞാൻ എന്ത് ചെയ്യുകയായിരുന്നു, ഞാൻ ഒറ്റയ്ക്കാണ് അന്നത്തെ ദിവസത്തെ അതുവരെയുള്ള എക്സ്പീരിയൻസ് എല്ലാം ഞാൻ ഒറ്റയ്ക്ക് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. പിന്നീട് ഞാൻ എന്ത് ചെയ്യുകയാണ്, എൻ്റെ ലൈഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് ഞാൻ എത്തുകയാണ്. അവിടെ ഞാൻ ഒറ്റയ്ക്കാകില്ല. തുടക്കത്തിൽ എങ്ങനെ എന്നെ അച്ഛൻ സഹായിച്ചോ അതുപോലെ തന്നെ എൻ്റെ ലൈഫിൻ്റെ ലാസ്റ്റ് സ്റ്റേജുകളിലും എന്നെ സഹായിക്കാൻ ആരുണ്ടാകണം, ആരെങ്കിലും ഒരാൾ ഉണ്ടാകണം. അവിടെ ഗ്രാൻഡ്പാ എന്ന് വിളിച്ച് ക്രോസ് ചെയ്യിച്ചത് ഒരുപക്ഷെ ഇദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കനായിരിക്കാം അല്ലേ, ആവാനുള്ള സാധ്യതയില്ലേ. തുടക്കത്തിൽ എന്നെ അച്ഛൻ കൊണ്ടുവന്ന് ചേർത്ത ഞാൻ ഇന്ന് ഒരു ഗ്രാൻഡ്പായായി മാറി എന്നുള്ളതായിരിക്കാം ഒരു പക്ഷേ ഈ കഥ അല്ലേ. കഥയുടെ സാരാംശം എന്ന് പറയുന്നത് അല്ലെങ്കിൽ കഥയുടെ വ്യാഖ്യാനം എന്ന് പറയുന്നത് എപ്പോഴും വായനക്കാരൻ്റെ കയ്യിലാണ്.
അല്ലേ? നമ്മൾക്ക് വ്യാഖ്യാനിക്കാം. കഥയാവട്ടെ, കവിതയാവട്ടെ, ഏത് വർക്കാവട്ടെ, വരികൾക്കിടയിലൂടെയും വരികളിലൂടെയും ഒക്കെ കടന്നു ചെന്ന് വായിക്കാനുള്ള അവകാശം ആർക്കുണ്ട്? നമുക്കുണ്ട്, അല്ലേ? അപ്പോൾ ഇവിടെ നമ്മൾക്ക് പലതരം വ്യാഖ്യാനങ്ങൾ ഇവിടെ ഇടാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഇത് നല്ലൊരു ചോദ്യമായിരിക്കാം. നിങ്ങളുടെ ഐഡിയാസ് നല്ല രീതിയിൽ, നല്ല ഭാഷയിൽ, നല്ല ഗ്രാമറോടുകൂടി, ഗ്രാമാറ്റിക്കൽ എറേഴ്സ് ഇല്ലാതെ, സ്പെല്ലിംഗ് മിസ്റ്റേക്സ് ഒക്കെ കുറച്ച് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുമെങ്കിൽ മാർക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് ലഭിക്കും കേട്ടോ. അപ്പോൾ മാർക്ക് ഓറിയൻറ്റഡ് ആയിട്ടല്ല, നമ്മളുടെ ഐഡിയകളെ പറ്റി നമ്മൾക്ക് എന്തൊക്കെയാണോ ഇതിൽ തോന്നുന്നത്, എന്തൊക്കെയാകാം, എന്തൊക്കെ സാധ്യതകൾ ഉണ്ടാകാം എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുക. ഇത് നിങ്ങൾക്കൊരു വലിയ ഒരു വഴി തുറന്നു തന്നിരിക്കുകയാണ്. നിങ്ങൾ ഫ്രീ ആയി ചിന്തിക്കൂ, ഫ്രീ ആയി നിങ്ങളുടെ ഐഡിയകൾ ഒന്ന് ഡെവലപ്പ് ചെയ്തെടുക്കും കേട്ടോ. അലിഗറിക്കൽ റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നു എങ്കിൽ പോലും ഇതൊരു തുടക്കം എന്ന് പറയുന്നത് മാത്രമാണ് കറക്റ്റായിട്ട് കണ്ടിട്ടുള്ളത്. ഈ ഇടയ്ക്ക് വരുന്നതെല്ലാം ഏത് കാലഘട്ടം എന്നുള്ളത് നമ്മൾ ആലോചിക്കേണ്ടിയിരിക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു ചാപ്റ്റർ. ഈസിയാണ്, എന്നാൽ ആഴങ്ങളിൽ ചിന്തിക്കാനുണ്ട്. ഞാൻ ശരിക്കും വിചാരിച്ചത് നിങ്ങൾക്കിത് തരേണ്ട കാര്യം എന്താ, പൊടി കുഞ്ഞുങ്ങൾക്കല്ലേ എന്ന്. പക്ഷേ ക്ലൈമാക്സ് എത്തിയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി എന്തുകൊണ്ട് നിങ്ങൾക്ക് തന്നു. എന്താണ്, നിങ്ങൾക്ക് എക്സ്പ്ലോർ ചെയ്യാൻ ഇതിനകത്ത് ഒരുപാട് ഉണ്ട്. അപ്പോൾ നിങ്ങളതൊക്കെ നന്നായിട്ട് നോക്കുക, മിടുക്കരായിട്ട്. ഇപ്പോൾ സെക്കൻഡ് പാർട്ട് കണ്ടിട്ടുള്ളവർ ഫസ്റ്റ് പാർട്ട് ഒന്ന് കണ്ടേക്കണം കേട്ടോ, മറന്നു പോരുത്. അപ്പോൾ ജോഗ്രഫി എടുത്തിട്ടുണ്ട്, അതിൻ്റെ ഫസ്റ്റ് പാർട്ട് ഇട്ടിട്ടുണ്ട്, ബാലൻസ് ഇടാൻ ശ്രമിക്കുന്നതായിരിക്കും. അപ്പോൾ നോട്ട്സൊക്കെ സാവകാശം തരുന്നതായിരിക്കും. അടുത്ത ചാപ്റ്റർ ആയിരിക്കും ഉടനെ എടുക്കുക. അല്ല, നോട്ട്സാണ് അത്യാവശ്യം വേണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇട്ടേക്കണം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, മിടുക്കരായിട്ട് പഠിക്കുക. ഓൾ ദി ബെസ്റ്റ്.